ബുക്കിന് പൊതിയിടുന്ന തിരക്കിലാട്ടോ. ഈ പ്രാവശ്യം ബ്രൗൺ പേപ്പർ ഒന്നുമല്ല വാങ്ങിയത്, എന്താ പറയുക, ഈ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുള്ള കവറാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമേ ഇതൊരു ട്രെൻഡിങ്ങിൽ വന്നൊരു ബുക്കിന് കവർ ഇടുന്നതാണ്. പക്ഷേ അന്നേരം ബ്രൗൺ പേപ്പറാണ് വാങ്ങിയത്. അപ്പോൾ കുട്ടികൾക്ക് ഒരേ നിർബന്ധം ഇതുപോലത്തെ വേണം. എത്രത്തോളം എത്തുമെന്ന് അറിയില്ല, എന്നാലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കളറാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ബുക്ക് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ചെറിയ ചെറിയ കുരുക്കളൊക്കെയുള്ള ഇത്. പിന്നെ വേറൊരു കളർ വാങ്ങിയിട്ടുള്ളത് വൈറ്റ് ആട്ടോ, വേണ്ട വൈറ്റ് ഇതുപോലെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഈ വൈറ്റിൽ കൊടുത്തു, ഒരാൾക്ക് ഓറഞ്ച് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. 2 പേരുണ്ടല്ലോ, ഒരുപാട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങ് തീരുന്നില്ല. അതാണ് അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ പൊതിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോയ ബുക്കൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എത്ര ദിവസം നിൽക്കും അതൊക്കെ, പിന്നീടണം. എനിക്ക് ഈ സ്റ്റാപ്ലർ അടിക്കാണ്ട് പറ്റൂല കേട്ടോ. ചിലരൊക്കെ പറയും സ്റ്റാപ്ലർ അടിക്കേണ്ട, അത് എന്തൊക്കെയോ ഒരു ലോക്ക് ഉണ്ട്, അത് അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, സ്റ്റാപ്ലർ അടിച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ എന്നുള്ളതാണ്. ഒരു സ്റ്റാപ്ലർ വേണം. അതുപോലെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ടാണ് ഞാൻ സ്റ്റാപ്ലർ അടിക്കാറ്. എല്ലാവരും ഈ ഒരു മെത്തേഡ്, പല പല മെത്തേഡ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ കവർ ചെയ്യുന്നതിന്. ഈ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഈ ബുക്ക് ഏതാണെന്നറിയോ? സ്പാനിഷിൻ്റെ ബുക്കാണ്. സ്പാനിഷിൻ്റെ 3rd സ്റ്റാൻഡേർഡ് സ്പാനിഷ് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. സ്പാനിഷ് ഉണ്ട് ഇവർക്ക്. എല്ലാം പൊതിയിട്ടതിൻ്റെ കോലാഹലം കാണണ്ടേ? ഇതൊക്കെ പൊതിയിട്ട് വെച്ചതാട്ടോ. ഇത് ഫുള്ള് ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ. ജസ്റ്റ് ബുക്കിനെ പൊതിയിടുന്ന കാണിച്ചത്. ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.